മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ച് ഡിവൈഎഫ്ഐക്ക് ആക്ഷനുണ്ട്. 2 പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. തുടർച്ചയായി 45 ദിവസത്തിനിടയിൽ 4 ജീവനുകൾ എടുക്കപ്പെട്ടു. 4 ചെറുപ്പക്കാരുടെ ജീവൻ കവർന്നു. നോക്കൂ, ഇതിലെവിടെയാണ് വാർത്ത? ഒരു നാട് കരയുന്നത് ഇന്നലെ കണ്ടു. ഒരു നാട് കരയുന്നു. കരയാത്ത ഒരാളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുമോ? ആ നാടിന്റെ കരച്ചിൽ ഒരു ചിത്രമായി ഇതിലെവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് കാട്ടിത്തരൂ. എന്തേ അതിൽ സെലക്റ്റീവ് ആവുന്ന മാധ്യമങ്ങൾ? തിരിച്ചായിരുന്നുവെങ്കിലോ ഇതിലെവിടെ വരുമായിരുന്നു? ഈ പേര് താഴെ പോകുമായിരുന്നില്ലേ? ഇവിടെ വരുമായിരുന്നില്ലേ? ചിത്രം വരുമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ്? മനോരമയ്ക്ക്, മാതൃഭൂമിക്കും അവിടുത്തെ സാധാരണക്കാരായ അധസ്ഥിത ജനവിഭാഗത്തിന്റെ കണ്ണുനീറിനോട് ഐക്യമാണ്. പറയട്ടെ, കൊല്ലപ്പെട്ടവരോട് എന്തെങ്കിലും ഐക്യം ഈ പത്രങ്ങൾക്കുണ്ടോ? പറയട്ടെ. അകത്തെവിടെയോ ഒരു വാർത്ത, സാധാരണഗതിയിൽ എന്തോ ഓട്ടോ ഇടിച്ച് മരിക്കും പോലെ ഒരു വാർത്ത കൊടുക്കുകയാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കണമെങ്കിൽ മാധ്യമങ്ങളുടെ സ്വാധീനമില്ലേ? മാധ്യമങ്ങളുടെ നിലപാടില്ലേ? ഇന്നലെ ചില ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെടുത്തു. ഡിവൈഎഫ്ഐ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആ ദൃശ്യമാധ്യമങ്ങളുടെ നിലപാട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിശ്ചിതമായ പരിശോധന നടത്തണ്ടേ? ഇത് തെറ്റെന്ന് പറയണ്ടേ? അപ്പോഴല്ലേ ഒരു പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണർന്നു വരിക?